So we've reached Malayathur Palli and അപ്പോൾ ഞാൻ മലയാളം സംസാരിക്കും. ഫിഷ് ബീഫ് മീൽസ് ആ പള്ളിയുടെ സൈഡിലുള്ള ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വന്ന് പോയി നോക്കിയിട്ട് പോയി ചെക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ടെൻ്റ് ഇടുന്നതിൻ്റെ മോണ്ടായിട്ടാണ്. സോ we've reached Malayathur Palli and it took us about an hour and a half, 2 hours. So now our objective, Palli, let's go find it. Let's actually go to the church first. I think that's the right thing to do. പള്ളി അത്യാവശ്യം പഴയ പള്ളിയാണ്. ഞങ്ങളുടെ പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ടും വന്നിട്ടുണ്ട്. ലൈക്ക് ഒരു 4 വയസ്സും കണ്ടായപ്പോൾ. ആൻഡ് ഇതന്നെ പള്ളി ഇവിടെ ആയിരിക്കും. പ്ലസ് go to the church and find out. ഒരു 200 പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് head out. പള്ളിയായതുകൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാതിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചർച്ച്. വെരി ഓൾഡ് വർക്കൊക്കെ നോക്കിയൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. സോ നൈസ്. ആരുമില്ല പള്ളിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. സോ ഐ ഹോപ്ഡ് നിൽക്കുന്ന കപ്പിൾസ് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി. അതും ഭയങ്കര നാണമൊക്കെയാണ്. മലയാളത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ അവരെന്തായാലും എനിക്ക് ആ ഫോൺ എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കേണ്ട സമ്മതിക്കില്ലായിരുന്നു. You know what I mean? But now we need to find the priest. So where's the priest? This building? Inside here. Thank you. Next building. Thank you. I'll take my scooter there so it's safer, if you know what I mean. Hi, Father. Can I record? Is it fine? So we're in the church, and this is the brethren from Christ. So അപ്പോൾ ഞാൻ മലയാളം സംസാരിക്കും. റിയാക്ഷൻസും കൂടെ കിട്ടാൻ വേണ്ടി വന്നതാണ്. യെസ്. സോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സോളോ റൈഡറായിട്ട് വന്നതാണ്. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കൂട്ടറിൽ ടെൻറ്റുണ്ട്, അതേപോലെ എന്താണ് ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു തീരത്തിൻ്റെ അടുത്ത്, അതായത് നിയർ ലേക്ക്, നിയർ റിവർ, അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ട്. കാരണം വിഷ്വലി കുറച്ചും കൂടി പ്ലീസിങ് ആയിരിക്കുമല്ലോ. ഓക്കെ. അച്ഛൻ്റെ പേര് ആൽബിൻ. എൻ്റെ പേര് അന്തോണി. എറണാകുളം. പക്ഷെ ഫ്രണ്ട്സാണ്. ശരിക്കും ഫ്രണ്ട്സാണ്. ഞാൻ വേറെ ഫ്രം എന്ന് വെച്ചാൽ ഫ്രാൻസ് പറഞ്ഞല്ലോ. ശരിക്കും അച്ഛൻ ഫ്രണ്ട്സാണ്, അമ്മ മലയാളിയാണ്. ഞാൻ നാട്ടിൽ വന്നു, പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് മലയാളം എനിക്ക് അറിയുന്നത്. എറണാകുളം വൈക്കത്തൽപ്പുറം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ അച്ഛനോട് സംസാരിച്ചു. വികാരച്ചനുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ഇതുപോലെ എന്നോട് പറഞ്ഞു ഇവിടെ താഴെ പള്ളിയുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നേരെ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു ഗൈസ് കാണുമ്പോൾ ക്രേസി അടിപൊളി വ്യൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല വിശന്നിരിക്കുന്ന സമയമാണ്. ഞാൻ എന്തെന്ന് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഫുഡും കഴിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ഇവിടെ ഇതുവഴി പോയാൽ വേറൊരു സ്പോട്ടും കൂടി ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ ബി ആസ് ഗുഡ് ആസ് ദിസ് വൺ. നമുക്ക് പോയി നോക്കാം.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഊണ് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്കിപ്പോൾ എരിവുള്ള ഫുഡ് ഇഷ്ടമായത് കാരണം ഞാനിത് കൂടെ ഇങ്ങനെ വന്നു. ഐ ലുക്ക്ഡ് അറൗണ്ട് ദ പ്ലേസസ്. ഇപ്പോൾ ഇവിടെ എഴുതിക്കുന്നേക്ക് എന്താണ് പുഴയോരം. മലയാളം വായിച്ചാൽ വായിക്കാൻ അറിയില്ല. കള്ള് ഷാപ്പ് ഇവിടെ, അതായത് വീട്ടിലെ ഷാപ്പിലെ ഊണെന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നല്ല ഫുഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് അവസ്ഥ. റോസി, ഹായ്, ഗുഡ് മോർണിംഗ്. ഫുഡ്? യെസ്. Yeah, sure. Recording, okay? Inside? Cool. As you can see, it's really nice. So, yes, meals. Something spicy. Spicy. Fish, beef. Fish, beef, meals. Okay, done. Done. അത് ബീഫാണോ ഇറച്ചിയാണോ? ബീഫ്, ഫിഷ്, രണ്ടും ഉണ്ട്. മത്തി, ഓക്കെ. പിന്നെ കറി, ഫിഷ് കറി, കേര. ഓക്കെ, അന്നൊരു ബീഫ് ഊണ് മീൻ കറി കുറച്ച് സ്റ്റാർട്ടായിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. പിന്നെ എല്ലാരും കിട്ടുന്നുണ്ട്. ചേട്ടന്റെ പേര്? എന്റെ പേര് സന്തോഷ്. സന്തോഷമായിട്ടുള്ള മതി ചേട്ടാ, കൂടുതലാണ്. അപ്പൊ ഗൈസ് സന്തോഷമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അഫ്കോഴ്സ് നല്ല ബീഫ് കറി, മീനിന്റെ ചാറ്, ഊണ്, നല്ല എരിവായിരിക്കും. ഷാപ്പാണ്, അറിയാലോ. ചേട്ടന്റെ പേര് തമ്പി. തമ്പി. നിങ്ങൾ തമിഴ് താനാ? കേരള. അപ്പൊ തമ്പി എന്ന് പറഞ്ഞാൽ ഓക്കെ. സാധാരണ തമ്പി എന്നുള്ള പേര് തമിഴ്നാട്. അതിന്റെ എങ്ങനെയാണ് ടേസ്റ്റ്? ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ ഒരു കുഴപ്പമില്ല. മോരുണ്ടോ? ഒരു ക്ലാസ് ആക്കി തരാൻ പറ്റുമോ? അത് കള്ളുപോലെ ഇരിക്കുമല്ലോ. ഒരു ക്ലാസ് ആക്കിയ മനസ്സിലല്ലേ? ഒഴിച്ച ക്ലാസ്സിൽ ഒരിക്കലും കള്ളൊഴിക്കാൻ പാടില്ല. അപ്പൊ നേരെ രാത്രി അത് ചിലപ്പോൾ പഠിപ്പിച്ചു തന്നു. വളരെ ഉപകാരം. താങ്ക് യു. ഇനി കുറച്ച് മീൻ ചാറൊക്കെ വെച്ച് നമ്മള് ഇതിനാണ് നെക്സ്റ്റ് ലെവലാണ്. എല്ലാ കറികളും ഉണ്ട്. ഇനി മീനായിരിക്കും ഇവിടെ പൊടി. ആവശ്യത്തിന് പുളി, ആവശ്യത്തിന് എരിവ്, ആവശ്യത്തിന് എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. രണ്ടാമത്തെ ഇതിൽ തന്നെ ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂർ സ്കൂട്ടർ ഓടിച്ച് ഇവിടെ വന്നതിൻ്റെ വിഷമം, ക്ഷീണം ഒക്കെ മാറി 2 പിടിയിൽ മാത്രം ഒരു ബീഫ് അസാധ്യമാണ്. പനിയോ ജലദോഷമോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നു. അപ്പൊ എന്തായാലും ഈ പ്ലേറ്റ് തീർത്തിട്ട് നമുക്ക് കാണാം. ഐറ്റംസ് ആണ് ബീഫ്, നല്ല എരിവ്. എൻ്റെ ഗൈസ് കഴിച്ചു, സൂപ്പറാണ്, നല്ല എരിവുണ്ട്. എരിവ് കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ വരിക, ശീലിക്കുക. വരണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത്, കാരണം ഫുഡ് അസാധ്യം. പിന്നെ നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണിച്ചു തന്നതിനെ പക്ഷേ നമ്മൾ തീർത്തു. അതേപോലെ തന്നെ ബീഫും മോരും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പിടി. ശരിക്കും ഇങ്ങോട്ടാണോ അല്ലെങ്കിൽ അങ്ങോട്ടാണോ തിരിക്കുന്നത്? അല്ല, അങ്ങോട്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ മാറ്റിയിട്ട് അങ്ങോട്ട് തിരിച്ചു. ഓക്കെ, അപ്പോൾ വെറുത്തില്ല, സൂപ്പർ ഫുഡായിരുന്നു. ചേട്ടന്മാരെ, ചേട്ടാ പോയിട്ട് വരാം കേട്ടോ. ചേട്ടാ പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥലം. നമുക്കിനി നേരെ
സ്കൂട്ടറും പിടിച്ചിട്ട് സുഖലേട്ടാ ഉണ്ടല്ലേ വൈകിട്ടത്തേക്ക് അപ്പോൾ നമ്മൾ നേരെ ഇനി ആ പള്ളിയുടെ സൈഡിലുള്ള ഒരു സ്പോട്ട് ഉണ്ടെന്നും പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് അവിടെ വന്ന് പോയി നോക്കിയിട്ട് ചെക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ടെൻ്റ് ഇടുന്നതിൻ്റെ മോണ്ടാണ്. സോ